ഇനി LDF ക്യാമ്പിലേക്ക് പോകാം. ഷബീർ ഉമർ വിശദാംശങ്ങൾ നൽകും. ഷബീർ, ഒട്ടും വിട്ടുകൊടുക്കാതെ UDF-നൊപ്പം തന്നെ ഉണ്ടായിരുന്നു LDF-ന്റെ ആൾക്കൂട്ടവും. എവിടെയും പൊലിമയ്ക്കൊരു കുറവും ഉണ്ടായിരുന്നില്ല എന്ന് ദൃശ്യങ്ങൾ തന്നെ തെളിവുകൾ നൽകിയതാണ് താനും. ആ നിലയ്ക്ക് MP രാജേഷിൻ്റെയും ഒപ്പം AK ബാലൻ്റെയും ഒക്കെ സാന്നിധ്യം ആ വേദിയെ ഉജ്ജ്വലമാക്കിയതുമാണ്. വലിയ ആവേശം അവരുടെ പ്രകടനങ്ങളിലും ഒപ്പം അവരുടെ വാദ്യോപകരണങ്ങളിലും ഒപ്പം എല്ലാ കലാരൂപങ്ങളിലും ഒക്കെ കണ്ടതുമാണ്. ആ നിലയ്ക്ക് എത്ര കണ്ട ആത്മവിശ്വാസം ഈ കൊട്ടിക്കലാശം കഴിയുമ്പോൾ LDF ക്യാമ്പിനുണ്ട് ഷബീർ? സൈഫുദ്ദീൻ, തീർച്ചയായും പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ LDF-നെ അങ്ങനെ കൊച്ചാക്കി കാണാൻ കഴിയില്ല. LDF-നെ മൂന്നാം സ്ഥാനത്താകും എന്നൊന്നും അങ്ങനെ പ്രചരിപ്പിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നത്തെ LDF-ന്റെ കൊട്ടിക്കലാശം. UDF പ്രചാരണത്തിനുള്ള മറുപടിയായി കൂടി ഇന്നത്തെ കൊട്ടിക്കലാശത്തിലെ ജനക്കൂട്ടത്തെ കാണാം. കാരണം UDF തുടക്കം മുതൽ പയറ്റുന്ന തന്ത്രമാണ്. പാലക്കാട് BJP-യും കോൺഗ്രസും UDF-ഉം തമ്മിലാണ് മത്സരം, LDF ചിത്രത്തിലില്ല എന്നുള്ള പ്രചാരണം. ആ പ്രചാരണത്തിനുള്ള മറുപടിയായി ഇന്നത്തെ പ്രചാരണത്തെ LDF-ന്റെ പ്രചാരണത്തെ കാണാം. അത്രയധികം ആൾക്കൂട്ടം, ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഈ പ്രകടനത്തിൽ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായത്. MP രാജേഷ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, മീഡിയ വണ്ണോട് സംസാരിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത്, ഇത്രയധികം ജനക്കൂട്ടം LDF-ന്റെ പാലക്കാട് മണ്ഡലത്തിലെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, കൊട്ടിക്കലാശ സമയത്തോ മറ്റേതെങ്കിലും പരിപാടിയിലോ ഉണ്ടായിട്ടില്ല എന്നാണ് തുടക്കത്തിൽ പറഞ്ഞത്. എന്നാൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആൾക്കൂട്ടത്തെക്കാൾ ഇരട്ടി ആളുകളാണ് പിന്നീട് ഇങ്ങോട്ട് ഈ സമാപിക്കുന്ന സ്റ്റേഡിയം സ്റ്റാൻഡ് സമീപത്തേക്ക് ഈ പ്രകടനം എത്തിയ സമയത്തുണ്ടായിരുന്നത്. ആ സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ, അക്ഷരാർത്ഥത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി. അത് LDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നുണ്ട്. കൃത്യമാണ് LDF നേതാക്കളുടെ ഈ കൊട്ടിക്കലാശം സമാപിക്കുന്ന സമയത്ത് AK ബാലനൊപ്പം ഒപ്പം തന്നെ മന്ത്രി MP രാജേഷ് സ്ഥാനാർത്ഥിയായിട്ടുള്ള സരിൻ അടക്കമുള്ളവരുടെ വാക്കുകളിൽ ആ ആത്മവിശ്വാസം പ്രകടമായിരുന്നു. സരിൻ പറഞ്ഞതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് ഈ ആൾക്കൂട്ടം വെറുമൊരു ആൾക്കൂട്ടം അല്ലെങ്കിൽ കേവലം LDF-ന്റെ പ്രവർത്തകരല്ല, പാലക്കാട് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി വിജയിക്കണം, LDF വിജയിക്കണമെന്ന് കരുതുന്നവരാണ് തൻ്റെ പ്രകടനത്തിൻ്റെ ഭാഗമായതെന്ന ആത്മവിശ്വാസമാണ് ഡോക്ടർ സരിൻ പ്രകടിപ്പിച്ചത്. ഒപ്പം തന്നെ MP രാജേഷിൻ്റെ വാക്കുകളും പ്രസക്തമാണ്. അദ്ദേഹം ആദ്യം ഈ പ്രകടനം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞ അതേ വാക്കുകൾ ആവർത്തിച്ചാണ് ഈ കൊട്ടിക്കലാശ സമയത്ത് പ്രസംഗവും തുടങ്ങിയത്. ഈ ജനക്കൂട്ടം, ചരിത്രത്തിലില്ലാത്ത വിധമുള്ള ജനക്കൂട്ടം LDF-ന്റെ പരിപാടിയിൽ ഉണ്ടായിരിക്കുന്നു. അത് വലിയ ആത്മവിശ്വാസമുണ്ടാക്കുന്നു. ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഇത്തവണ പാലക്കാട് LDF ജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് MP രാജേഷ് പങ്കുവച്ചത്. ഒപ്പം തന്നെ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടി ഈ സമാപന പരിപാടിയിൽ നടത്തി. കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ K സുധാകരന്റെ പരാമർശമുണ്ടായിരുന്നു. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് ജാംബവാന്റെ കാലത്തുള്ള കഥയെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി. ആ കാര്യം എടുത്തു പറഞ്ഞാണ് MP രാജേഷ് തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ആ പരാമർശത്തിന് കൂടിയുള്ള മറുപടിയായി, K സുധാകരന്റെ പരാമർശത്തിന് കൂടിയുള്ള മറുപടിയായി LDF-ന്റെ വിജയം പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ AK ബാലനും സമാനമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എന്തായാലും ഈ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും പ്രവർത്തകരും വലിയ ആത്മവിശ്വാസത്തോടെയാണ് മടങ്ങിപ്പോകുന്നത്. അത്ര വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. ഒപ്പം തന്നെ പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഈ പ്രകടനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി LDF പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരടക്കം ഈ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായിട്ടുണ്ട്. വലിയ പരിപാടി, അതായത് UDF-ഉം BJP-യും എത്രത്തോളം ശക്തമാക്കുവോ അത്രത്തോളം ശക്തമായി തന്നെ പാലക്കാട് മണ്ഡലത്തിൽ തങ്ങളുമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന അത്തരമൊരു സന്ദേശം നൽകുന്ന പരിപാടിയാക്കി LDF ഇന്നത്തെ കൊട്ടിക്കലാശത്തെ മാറ്റി. എന്തായാലും മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ 16 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 11 തവണ UDF വിജയിച്ച മണ്ഡലത്തിൽ 5 തവണ LDF ജയിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് LDF-ന് 5 തവണ വിജയിച്ച ചരിത്രം കൂടി മണ്ഡലത്തിൽ നിന്ന് പറയാനുണ്ട്. അത് തന്നെയാണ് ഇത്തവണയും LDF പറയുന്നത്. കഴിഞ്ഞ തവണത്തേത് പോലെയല്ല. കഴിഞ്ഞ തവണത്തെ BJP-യുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ NDA-യുടെ സ്ഥാനാർത്ഥി ഒരു പൊതുസമ്മതനായിരുന്നു. അദ്ദേഹത്തെ ഒരു BJP-കാരനായിട്ടല്ല വോട്ടർമാർ, പാലക്കാട്ടെ വോട്ടർമാർ കണ്ടത്. ആ നിലയ്ക്കാണ് അദ്ദേഹത്തിന് വോട്ട് വർദ്ധിച്ചത്. ഇത്തവണ അങ്ങനെയല്ല ചിത്രം എന്നാണ് LDF പറയുന്നത്. ഒപ്പം തന്നെ UDF ക്യാമ്പിനകത്ത് പ്രശ്നങ്ങളുണ്ട്, BJP ക്യാമ്പിനകത്ത് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം തന്നെ തങ്ങൾക്ക് അനുകൂലമാകും എന്നെല്ലാം തന്നെ കൂട്ടലുകളാണ് LDF ക്യാമ്പ് പങ്കുവെക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തോടെയാണ് LDF ഇന്നത്തെ കൊട്ടിക്കലാശം സമാപിപ്പിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം LDF-ന്റെ ചിഹ്നമാണ്. ചിഹ്നം ഇത്തവണ അരിവാൾ ചുറ്റിക നക്ഷത്രം അല്ലെങ്കിൽ അരിവാൾ ചുറ്റിക നെൽക്കതിരല്ല, ഇത്തവണ സ്റ്റെതസ്കോപ്പാണ്. ഡോക്ടർ P സരിൻ മത്സരിക്കുന്നത് സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിലാണ്. ഈ ചിഹ്നം
വോട്ടർമാരിലേക്ക് എത്തിക്കാനും പ്രത്യേക ക്യാമ്പയിൻ LDF നടത്തിയിട്ടുണ്ട്. അത് വീട് കയറിയുള്ള പ്രചാരണം അടക്കം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കൊട്ടിക്കലാശ ദിവസവും ഈ ചിഹ്നം വോട്ടർമാരിലേക്ക് എത്തിക്കുന്നതിനുള്ള രീതിയിലാണ് ഈ കൊട്ടിക്കലാശം കട്ടൗട്ടുകളടക്കം ക്രമീകരിച്ചത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ്, ആത്മവിശ്വാസത്തോടെ തന്നെയാണ് LDF ഈ പരസ്യ പ്രചാരണം അവസാനിപ്പിച്ചിരിക്കുന്നത്. സൈഫുദ്ദീൻ. ശരി, ഷബീർ സൂചിപ്പിച്ചതുപോലെ പാലക്കാടിന്റെ നഗരഹൃദയത്തിൽ അക്ഷരാർത്ഥത്തിൽ ആൾക്കടൽ തീർത്തുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണ പോരിന് പരിസമാപ്തിയാകുമ്പോൾ ഇപ്പോൾ കൊട്ടിക്കലാശം പൂർത്തിയാക്കിയ ആളുകൾ മടങ്ങുകയാണ്.